ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചെറിയൊരു പ്രശ്നമാണ് നമുക്ക് തുണി തികയാണ്ട് വരും. നമ്മുടെ വീട്ടിൽ ചെറിയ തുണികളൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമാണത് അല്ലേ. പല സൈഡിലും എന്ത് ചെയ്യും, ഷോൾഡറിൻ്റെ അവിടെ, അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ലെങ്ത്ത്, അല്ലെങ്കിൽ കൈക്ക് തുണി തികയാണ്ട് വരാം. ഇങ്ങനെ പല സൈസ് നമുക്ക് തുണികൾ തികയാണ്ട് വരും. പക്ഷെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അറിയാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അവർക്കും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് തികയാണ്ടായിട്ട് വന്നിട്ടുള്ളത് ലെങ്ത്താണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് ലെങ്ത്ത് എടുക്കുമ്പോൾ നമുക്ക് ഒരിത്തിരി പോരായ്ക വരാം. അപ്പോൾ നമ്മളൊരു സ്ലിറ്റിൻ്റെ ടോപ്പൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത്തിരി പോരായ്ക വരുന്നത് ലെങ്ത്ത് കുറയാനുള്ള ചാൻസാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ പീസ് വെക്കുന്ന രീതിയിൽ കറക്റ്റ് അളവ് താഴേന്ന് തന്നെ എടുത്ത് തുടങ്ങാം. മുകളിലാണ് നമ്മൾ പീസ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു പീസാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾക്കൊരു പീസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു 3 ഇഞ്ചാണ് നമുക്ക് പോരായ്ക വന്നിട്ടുള്ളത്. 3 ഇഞ്ച് തുണിയാണ് നമുക്ക് പോരായ്ക വന്നിട്ടുള്ളത്. ആ 3 ഇഞ്ച് നമ്മൾ അവിടെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ചെറിയ തുണികൾ നമുക്കിപ്പോൾ വെട്ടി മാറ്റിയതും അതുപോലെ തന്നെ ഷേപ്പൊക്കെ വെട്ടി മാറ്റിയ തുണികളുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് അളന്ന് നോക്കാം. ഒരു 3 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് എത്ര പീസ് വേണ്ടി വരും? 4 പീസ് വേണ്ടി വരും. കാരണം നമുക്ക് ഫ്രണ്ട് ടോപ്പിന് തന്നെ 2 പീസ് വെക്കണം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഷോൾഡർ 2 സൈഡിലില്ലേ ഷോൾഡർ, അപ്പോൾ 2 പീസ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 4 പീസാണ് കട്ട് ചെയ്യേണ്ടത് ഈ 3 ഇഞ്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് നമ്മൾ ആക്കരുത്. നമ്മൾ തയ്യൽ തുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഒരു 3.5 എടുക്കണം കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ഒരു 3.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കാരണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ നമ്മൾ തുണി തികയാണ്ട് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ കുറച്ച് ഇട്ടിട്ട് വെട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് 3.5 ഇഞ്ച് നീട്ടത്തിൽ നമ്മൾ കുറച്ച് വീതിയിൽ തന്നെ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പീസ് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. സെയിം ആയിട്ടുള്ള 4 പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇപ്പോൾ ഏകദേശം സെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ആ ലെങ്ത്ത് കുറവുണ്ടല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടോ, ഒരേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല പുറത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് മറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല പക്ക അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് അറിയാനൊന്നും പോകുന്നില്ല ഷോൾഡറിൻ്റെ അവിടെയൊക്കെ, കാരണം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള തുണിയിൽ എന്തെങ്കിലും പോരായ്ക വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പരിഹരിക്കാൻ പറ്റും കേട്ടോ. അതിന് അത്യാവശ്യം വെട്ടി ഒരു പീസുകളെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു 1/2 മീറ്റർ തുണി എടുത്താൽ നമുക്ക് ഒരു ചെറിയൊരു ടോപ്പൊക്കെ തുന്നാനായിട്ടും പറ്റും. അതുപോലെ തന്നെ 1 മീറ്ററിൻ്റെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. 1 മീറ്ററിൻ്റെ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു ടോപ്പ് നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിയിൽ ഫ്രില്ല് നമ്മൾ വേറൊരു തുണിയുടെ പീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം കോമ്പിനേഷനൊക്കെ നമുക്ക് അറിയണം കേട്ടോ. ടൈലറിങ് പഠിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് കളർ കോമ്പിനേഷനും മാച്ചിങ്ങൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈയും അതുപോലെ തന്നെ അടിയിൽ ഫ്രില്ലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ടോപ്പൊക്കെ തുന്നാം. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രോക്ക് കമ്പറിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പീസുകൾ അടിയിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും തികയില്ല എന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് പീസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ കൈക്ക് ഇതുപോലെ പീസൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൈ ലെങ്ത്ത് കുറവാണെങ്കിലും അതുപോലെ തന്നെ കൈക്കുഴി കുറവാണെങ്കിലും ഇതൊക്കെ നമുക്ക് പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ സെയിം ആയിട്ടുള്ള തുണി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് കൂട്ടിയടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിൽ ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ആ സൈഡിൽ കുറച്ചധികം നിൽക്കുന്നുണ്ടല്ലോ, ആ ഭാഗമൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അതൊന്ന് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് എക്സ്ട്രാ നമ്മൾ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുണി കുറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ 2 ഷോൾഡർമേലും ഇതുപോലെ എക്സ്ട്രാ തുണി വെച്ചിട്ട് തുന്നണം. അപ്പോൾ കണ്ടോ, ഒരു സൈഡ് നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല പുറത്ത് ഉള്ളിൽ നല്ല പുറം വരുന്ന രീതിയിലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ചെറിയ പീസിൻ്റെ പുറത്ത് കാണുന്ന ഭാഗം പൊട്ടപ്പുറമാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ തുന്നാനായിട്ട്. തുന്നിയിട്ട് ജസ്റ്റ് അങ്ങോട്ടൊന്ന് മറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല പുറവും. അപ്പോൾ ഇതുപോലെ അറ്റത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ലെങ്ത്തിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. എക്സ്ട്രാ ഇതുപോലെ പീസുകളൊക്കെ വെച്ച് കൂട്ടിയടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളെ വീട്ടിൽ മെഷീൻ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വീട്ടമ്മമാർക്കായാലും എല്ലാവർക്കായാലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ടൈലറിങ് എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലേക്കൂടെ ഒരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു ഇത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലേക്കൂടി സ്റ്റിച്ച് ചെയ്യുന്നതോടുകൂടി അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് നിൽക്കും. മറ്റേന്ന് വെച്ചാൽ ചെറിയൊരു വളവൊക്കെ നമുക്കിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കാണുന്ന പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ മേലെ വെച്ച് ഒന്നും കൂടെ കറക്റ്റായ പൊസിഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളായി അടിച്ച ആ ഒരു ഇത് നമുക്ക് തോന്നില്ല. കാരണം അതിൻ്റെ മേലെ കൂടെയും കൂടെ ഒരു അടി വരുമ്പോൾ എന്താ അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ തുണി പോരായ്കയൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്.